സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ആദ്യമായിട്ട് ഈ ഒരു പവിത്ര ഭൂമിയിൽ അതിൻ്റെ സമാരംഭം കുറിക്കുന്ന ഈ ധന്യ നിമിഷത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊടിയേറ്റം പോലെയാണ് ഭാഗവതത്തിൻ്റെ ഒരു കൊടിയേറ്റം ഗുരുവായൂരിൽ നിന്ന് അല്പ വ്യത്യാസമായിട്ടൊരു സ്ഥലത്ത് നടക്കുന്നത്. അതിന് സാക്ഷ്യം വഹിക്കാൻ, അതിൻ്റെ സാന്നിധ്യത്തിലെത്താൻ ഗുരുവായൂരപ്പൻ തന്ന മഹാഭാഗ്യത്തിന് നമസ്കരിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന ആചാര്യനായ നാരായൺജിയുടെ ഈ സംരംഭം ഇതൊരു മഹാപ്രസ്ഥാനമായി കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വളരെയൊരു, കാരണം ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾക്ക് മുതിർന്ന് പുറപ്പെടുക എന്ന് പറയുന്നത് ഇത്ര റിസ്ക്കാണ്. കാരണം ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ നല്ലോണം അറിയുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഏതായാലും അങ്ങനെയൊരു ഒരു ബുദ്ധിമുട്ട് ഏൽക്കാൻ തയ്യാറായ അദ്ദേഹം, കാരണം ഒരു പ്രസ്ഥാനം തുടങ്ങുക എന്ന് പറഞ്ഞാൽ കാളകൂടെ വിഷം കഴിക്കുന്ന പോലെയാണ്. അത് കുടിപ്പിക്കാൻ കുറേ ആളുകളുണ്ടാവും, പിന്നെ അത് ഇറങ്ങാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. മനസ്സിലായില്ലേ? അത് കുടിപ്പിക്കാൻ ധാരാളം ആളുകളുണ്ടാവും, പക്ഷെ അത് ഇറങ്ങാതെ സൂക്ഷിച്ച് അതുകൊണ്ട് ലോകോപകാരമായി തീരാൻ അത് സാധിക്കും. അതിന് പറ്റിയൊരു പവിത്ര ഭൂമിയാണ് ഇവിടെ. അപ്പം അതിന് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ശ്രീ കെ ജിയും, അതുപോലെ തന്നെ അങ്കിൾ, അതുപോലെ തന്നെ ശ്രീ പരമേശ്വരൻ നമ്പൂതിരി, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ഈ നാടിനെ, ഈ ഗുരുവായൂരപ്പൻ്റെ പുണ്യഭൂമിയെ പവിത്രമാക്കാൻ വിവിധ ദേശത്തിൽ എത്തിച്ചേർന്ന സുഹൃതികളായ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോടി പ്രണാമം. ഗുരുവായൂരപ്പൻ്റെ കഥ നമുക്കറിയുന്നൊരു കഥ. ഗുരുവായൂരപ്പനെ പരമശിവനും വായുദേവനും ചേർന്ന് ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചു എന്നൊരു കഥയുണ്ട്. പക്ഷെ ഗുരുവായൂരപ്പൻ പറയും, ശരീരം കൊണ്ട് ഞാൻ ഗുരുവായൂരിലാണെങ്കിലും എൻ്റെ ആത്മാവ് കൊണ്ട്, എൻ്റെ ചൈതന്യം കൊണ്ട് ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൃഷ്ണൻ ഉദ്ധവർക്ക് നൽകിയിട്ടുണ്ട്. ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൽ ഉദ്ധവർ ചോദിക്കുന്നുണ്ട്, കൃഷ്ണ, അവിടുത്തെ ഈ ദിവ്യ ശരീരം പോയാൽ ഇനിയുള്ള ആളുകൾ എങ്ങനെയാണ് അങ്ങയെ കാണാൻ സാധിക്കുക? കലിയുഗത്തിലുള്ളവർക്ക് നിർഗുണോപാസനോ കഷ്ടമെന്നാണ്. നിർഗുണോപാസനയൊക്കെ ഒത്തിരി കഷ്ടമാണ്. അപ്പം അങ്ങയെ എങ്ങനെ കാണാൻ പറ്റുന്നു? അപ്പം അങ്ങനെ ഭഗവാൻ ചിന്തിച്ചു എന്നാണ്. പ്രഭാസേ ചിന്തയൻ ഹരി, ഞാൻ പറയുന്ന മഹാത്മ്യത്തിലെ വരികളാണ്. ഭഗവാൻ പ്രഭാസ തീരത്തിലിരുന്ന് ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതിച്ച, അതായത് വരാൻ പോകുന്ന നൂറ്റാണ്ടിലെ ഭക്തന്മാരെ എനിക്ക് എങ്ങനെയാണ് നേരിട്ട് അനുഗ്രഹിക്കാൻ പറ്റുക? എനിക്ക് പ്രത്യക്ഷമായി അനുഗ്രഹിക്കാൻ എന്ന് മാത്രമല്ല, അനുഗ്രഹിക്കുക എന്ന് മാത്രമല്ല, അവരെ കൈപിടിച്ചുയർത്തി എന്നിലേക്ക് എത്തിക്കാൻ എന്താ വഴിയുന്നത്? പ്രാർത്ഥിക്കാൻ എൻ്റെ ഫിസിക്കൽ ഫോം കൊണ്ട് പറ്റും, പ്രാർത്ഥിച്ച് അവർക്ക് അനുഗ്രഹം കൊടുക്കാൻ. പക്ഷെ കൈപിടിച്ചുയർത്തി എന്നിലേക്ക് എത്തിക്കാൻ എന്താ വഴി? അതിങ്ങനെ ഭഗവാൻ ചിന്തിച്ചപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു സ്വയം ഉള്ളിൽ, ഉദ്ധവരെ, ഞാൻ എൻ്റെ ശക്തി മുഴുവൻ, എൻ്റെ ചൈതന്യം മുഴുവൻ അർപ്പിക്കുകയാണ്. എവിടെയാണ് അർപ്പിക്കുന്നത്? തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവാണ്. ഭഗവാൻ തിരോഭവിച്ചു എന്നാണ്. എവിടെയാണ്? ഭാഗവതാർണവ, ഭാഗവതത്തിലേക്കാണ് ഭഗവാൻ തിരോഭവിച്ചത്. എവിടെയാണോ ഭാഗവതം, അവിടെയാണ് കൃഷ്ണ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഒരാഴ്ചക്കാലം ഉറപ്പിച്ചോളൂ, ശരീരം കൊണ്ട് കൃഷ്ണൻ അവിടെയും ചൈതന്യം കൊണ്ട് കൃഷ്ണൻ ഇവിടെയുമായിരിക്കും. അപ്പം ഭഗവാന്റെ ചൈതന്യത്തെയാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ആ ഭഗവാന്റെ ചൈതന്യത്തെയാണ് നിങ്ങൾ ഉജ്ജ്വലിപ്പിക്കുന്നത്. ആ ഭഗവാന്റെ ചൈതന്യത്തിലേക്കാണ് നിങ്ങളെ മനസ്സുകൊണ്ട് ഉയരുന്നത്. മനുഷ്യജന്മത്തിന് അത്രമാത്രം മഹത്വമുണ്ട്. ഇന്ന് കാലം വളരെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ടെക്നോളജിയിലേക്ക് മനുഷ്യൻ ഉയർന്നു വരുമ്പോൾ വാട്ട് ഈസ് ദ റിലവൻസ് ഓഫ് സ്പിരിച്വാലിറ്റി ഇൻ ദ മോഡേൺ വേൾഡ്, മോഡേൺ സയൻസ് എന്നൊരു ചോദ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ ഭാഗവതൊക്കെ കേട്ട് നിങ്ങൾ ഇവിടേക്ക് വന്ന് ഈ പവിത്ര ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു ശക്തിയുണ്ട് നിങ്ങൾക്ക്. ആ ശക്തിയാണ് ഭാഗവതത്തിലൂടെ ഞങ്ങൾ നേടിയിരിക്കുന്നത്. അതായത് കേവലം നമുക്ക് ബുദ്ധിയിൽ ഒരുപാട് അറിവുണ്ടായാൽ മാത്രം പോരാ. ഇന്നത്തെ വിദ്യാഭ്യാസം നമുക്ക് കുറേ അറിവ് തരുന്നുണ്ട്, ബുദ്ധി തരുന്നുണ്ട്, ഇൻഫർമേഷൻ തരുന്നുണ്ട്. കുറേ ടെക്നോളജിക്കലി നമ്മൾ അഡ്വാൻസ്ഡ് ആണ്. ഒരുപക്ഷെ ഇന്ന് പ്രസവിച്ചു വീഴുന്ന കുട്ടി പോലും മൊബൈൽ നമ്മളെക്കാളും കൈകാര്യം ചെയ്യും. ഇന്ന് അവർക്ക് ഒരുപക്ഷെ നമ്മളെക്കാളും വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് നമ്മളെക്കാളും ഒരുപക്ഷെ ഫോട്ടോഗ്രാഫി ബെറ്ററായി ചെയ്യാൻ പറ്റും.
ഒരുപക്ഷെ നമ്മളെക്കാളും പലതും ഫാസ്റ്റായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. ഈ ടെക്നോളജിയിൽ അവർ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ മെൻ്റലി, മാനസികമായിട്ട് അവർ വളരെ ദുർബലരാണ്. പല പ്രശ്നങ്ങളെയും പല പ്രതിസന്ധികളെയും കടന്നു പോകുമ്പോൾ അവരാകെ ട്രംബിൾ ആവുന്നു, ആകെ മെൻ്റലി അപ്സെറ്റ് ആവുന്നു, മെൻ്റലി ഡൗൺ ആവുന്നു. അപ്പോൾ എന്താണ് ഈ മനസ്സിനെയും ബുദ്ധിയെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക? ഇന്നിപ്പോൾ ലോകം മുഴുവൻ ചിന്തിക്കുന്നൊരു വിഷയമാണത്. ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ നോക്കൂ, പൂന്താനം പറഞ്ഞ വരികളൊക്കെ സത്യമാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിരിക്കുന്ന നേരത്തെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞ പോലെ ഇപ്പം റീസെൻ്റ്ലി നേപ്പാളിലൊക്കെ നടക്കുന്നത് നിങ്ങൾ പത്രത്തിലോ ന്യൂസിലൊക്കെ വായിക്കുന്നുണ്ടാവും. ഒരു പ്രസിഡന്റിൻ്റെ പാലസ് കത്തിച്ചു കളയുന്നു, പ്രൈം മിനിസ്റ്ററുടെ ഭാര്യയെ തന്നെ കത്തിച്ചു കൊന്നു. ഒരു പ്രൈം മിനിസ്റ്ററായിട്ട് ഇന്നലെ വരെ ഇരുന്ന ആളുടെ ഭാര്യയെ തന്നെ അങ്ങോട്ട് കത്തിച്ചു കൊന്നു. ഈ രീതിയിലൊക്കെ ഒരു രാജ്യത്തെ അൺസ്റ്റഡിയാക്കാൻ, അൺട്രസ്റ്റ് ആക്കാൻ ഒരു കൂട്ടം സമൂഹത്തിലെ ആളുകൾക്ക് കുറച്ചു നേരം മതി. നമ്മൾ ബാംഗ്ലാദേശിലും കണ്ടു, അതുപോലെ തന്നെ ശ്രീലങ്കയിൽ കണ്ടു, പല രാജ്യങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭാരത സംസ്കൃതി എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിക്കൊപ്പം മനുഷ്യൻ്റെ മനസ്സ് വികസിക്കണം, സംസ്കാരം കൊണ്ട് വികസിക്കണം, മനോബലം കൊണ്ട് വികസിക്കണം. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ദയാ, കാരുണ്യം തുടങ്ങിയിട്ടുള്ള സച്ചിന്തകൾ, സദ്ഭാവനകൾ, സദ്വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണരണം. അപ്പം നമ്മളിവിടെ ഒരാഴ്ചക്കാലം കൊണ്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിനൊരു പരിവർത്തനം വരികയാണ്. നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സദ്ഭാവനയുണ്ട്, സദ്വികാരമുണ്ട്, പരസ്പര സ്നേഹമുണ്ട്. പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത എന്ന് കൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു പരസ്പര സ്നേഹം. പല ഭാഗത്തും പലരും വരുന്നു, നിങ്ങൾ അവരുമായി പരിചയപ്പെടുന്നു, നിങ്ങളുടെ ഹൃദയം കണക്ട് ചെയ്യാണ്, നിങ്ങളുടെ മനസ്സ് കണക്ട് ചെയ്യാണ്. അതേപോലെ ഭാഗവതം ഒരാഴ്ച കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു മനോബലമുണ്ട്. അതേപോലെ നമ്മൾ ഇത്രയും ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു മഹത്തായ സംസ്കൃതി നമുക്ക് തരുന്ന ഒരു മഹത്തായ സംസ്കാരമുണ്ട്, ഒരു ഒരുമയുടെ സംസ്കാരമുണ്ട്, ഒന്നിൻ്റെ സംസ്കാരമുണ്ട്. ആ ഒരുമയാണ് നമ്മുടെ ശക്തി. നമ്മുടെ ഹൈന്ദവ ശക്തി എന്ന് പറയുന്നത് ഏകതാബോധമാണ്. ആ ഏകതാബോധമുള്ളിടത്ത് നമ്മളെ ശിഥിലമാക്കാൻ, നമ്മളെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അപ്പം നമ്മുടെ ശക്തി എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ഭാരതത്തിൻ്റെ ആ ഭാഗ്യം എന്ന് പറയുന്നത്, ഭാരതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആത്മീയ ശക്തിയാണ്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ പരിവർത്തനം നടത്താൻ പറ്റുന്നത്. നാരായണ ഗുരുദേവനായാലും ചട്ടമ്പി സ്വാമികളായാലും ശങ്കരാചാര്യ സ്വാമികളായാലും അവരൊക്കെ നടന്നത് ഈ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും അതുപോലെ തന്നെ ഭാരതത്തെ അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഒന്നിപ്പിച്ചു നിർത്തി, ആത്മീയത കൊണ്ട് ഒന്നിപ്പിച്ചു നിർത്തി. കാശ്മീർ മുതൽ അങ്ങ് കന്യാകുമാരി വരെ നോക്കിക്കഴിഞ്ഞാൽ ക്ഷേത്ര സംസ്കാരങ്ങൾ നമുക്ക് കാണാം. കാശ്മീരിലാണെങ്കിൽ അങ്ങ് ഏറ്റവും അറ്റത്ത് വെച്ചിരിക്കുന്ന ദേവിയാണ്, ശാരദാ ദേവിയാണ്. ഇങ്ങ് കാശ്മീരിലും ദേവിയാണ്. ശാരദാ ദേവിയെ നോക്കിക്കൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ പാടുന്നു, ബുദ്ധിം ദേഹിമേ നമസ്തേ ശാരദാ ദേവി. ദേവിയെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പറയാം, എനിക്ക് ബുദ്ധി തരുമെന്ന്. ഇങ്ങ് കന്യാകുമാരിയിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറയാം, അവിടുന്ന് ശക്തി സ്വരൂപിണിയാണ്. എനിക്ക് ബുദ്ധിയും വേണം, എനിക്ക് ശക്തിയും വേണം. ഇതെല്ലാം ചേർത്ത് വരുമ്പോഴാണ് ഒരു ഭാരതത്തിൻ്റെ അഖണ്ഡമായ സംസ്കൃതി രൂപപ്പെടുന്നത്. അപ്പം നാം ഇവിടെ ഒരാഴ്ചക്കാലം ചെലവഴിച്ച് ഭാഗവതം കേൾക്കുമ്പോൾ ഈ 3 കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നാം ഒരു ഏകതാബോധത്തിലേക്ക് എണ്ണം, നമ്മൾ ഒന്നാണെന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം. നാം ഒന്നായി നിൽക്കണം. ഒന്നായാൽ നന്നായി എന്ന് കുഞ്ഞുണ്ണി മാഷ് വളരെ മനോഹരമായി പാടും. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ഈ ഹിന്ദു സമൂഹത്തെ ഒന്നാക്കി നിർത്തുക. അപ്പോഴാണ് നമുക്ക് മറ്റ് ശക്തികളെയൊക്കെ ഒരുമയോടെ നേരിടാനുള്ളൊരു ശക്തി ഉണ്ടാവുക. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മളൊരു അപകടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഈ ഭാഗവതമൊക്കെ കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഓർത്തു വയ്ക്കേണ്ടത്, നാളെ പാകിസ്ഥാനിലുള്ള അൺസ്റ്റഡി പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന നേപ്പാളിലെ പ്രശ്നം പോലെ, ശ്രീലങ്കയിൽ നടന്ന പ്രശ്നം പോലെ, ബംഗ്ലാദേശിൽ നടന്ന പ്രശ്നം പോലെ, അവരൊക്കെ അഴിമതിക്കെതിരാണ് സമരം തുടങ്ങുന്നതെങ്കിലും പക്ഷെ നമ്മൾ ബംഗ്ലാദേശിലേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്നത് അവർ അഴിമതിക്ക് വേണ്ടി തുടങ്ങി, പക്ഷെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി. ഇതുപോലെ ഇവിടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കിയാൽ ഇത് ഇരകളാവുന്നത് ഹിന്ദു സമൂഹമായിരിക്കും. കാരണം ഇന്ന് ഹിന്ദു സമൂഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കേരളത്തിൽ പ്രായമായവർ ഒറ്റപ്പെട്ടു വരുന്നു, കുട്ടികളൊക്കെ വിദേശങ്ങളിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു പ്രത്യാഘാതം ഉണ്ടായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ചെറുപ്പക്കാർ റോട്ടിലിറങ്ങും. കാരണം തൊഴിലില്ല, സമ്പത്തില്ല.
തൊഴിലിന് വേണ്ടി അന്യരാജ്യത്തിൽ പോവുക, അതുപോലെ തന്നെ ജോലിയില്ലാതെ അലയുക. ഇതൊക്കെ വരുമ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ ഇപ്പോഴത്തെ നേപ്പാൾ പ്രശ്നങ്ങളൊക്കെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു യങ് ഗ്രൂപ്പ്, എന്താണ് 28 വയസ്സിന് താഴെയുള്ളവരുടെ ഒരു ഗ്രൂപ്പാണ് ഒരു പ്രക്ഷോഭം തുടങ്ങിയത്. ഇന്ന് കത്തിപ്പടർന്നാകെ അപകടത്തിലായിരിക്കുകയാണ് നേപ്പാൾ. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് പുറത്തു പോകേണ്ട ആളാണ്. അദ്ദേഹം ഇന്ന് പുറത്തു പോയില്ല. അദ്ദേഹം അതിന്റെ ചിന്തകളിലാണ്. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം നമ്മുടെ തൊട്ടടുത്ത അയൽപക്ക രാജ്യമാണ്, ഹിന്ദു രാജ്യമാണ്. അപ്പൊ ഇത് മുതലെടുക്കുന്നത് പലപ്പോഴും അവിടുത്തെ മറ്റൊരു വിഭാഗത്തിന്റെ നേരെയിരിക്കും. അപ്പൊ നമ്മുടെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്നിട്ടില്ലെങ്കിൽ ഇതിന്റെ മുതലെടുപ്പ് വളരെ കൂടുതലായിരിക്കും. ഞാനത് പറയാൻ കാരണം, ഞാൻ ഇന്നലെ കണ്ണൂരിലായിരുന്നു. അപ്പൊ അവിടെ ഒരു ക്ഷേത്രത്തിലായിരുന്നു എനിക്ക് പ്രോഗ്രാം. വളരെ പ്രസിദ്ധമായ ക്ഷേത്ര ഭൂമിയിൽ, നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു കാണാം, അവിടെ കണ്ണൂരിലെ ഒരു ക്ഷേത്രത്തില്, അവിടുത്തെ ക്ഷേത്രഭൂമിയിൽ കുറെ മുസ്ലിം പെൺകുട്ടികൾ വന്ന് അവിടെ വളരെ ഉച്ചത്തിൽ പലസ്തീന് വേണ്ടിയിട്ട് സമരം ചെയ്യാനുള്ള ഒരു ആഹ്വാനം നടത്തുകയാണ്. ക്ഷേത്രഭൂമിയിൽ, തൊട്ടടുത്ത് ക്ഷേത്രമാണ്. അപ്പൊ ഇവരോട് ചോദിക്കുന്നുണ്ട്, ക്ഷേത്രഭൂമിയിൽ വരാൻ പാടൂ, ക്ഷേത്രഭൂമിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമെന്ന്. അപ്പൊ ഈ ഒരു അധികാരം അവരെടുക്കുന്നതിന് കാരണം, അതൊന്ന് മനസ്സിലാക്കേണ്ടത്, ഹിന്ദു സമൂഹത്തിനെ അവര് വിലവെക്കുന്നില്ല എന്നുള്ളതല്ലേ. അപ്പൊ ഹിന്ദു സമൂഹത്തിനെ വിലവെക്കാത്തതിന്റെ കാരണം എന്താണ്? ഹിന്ദു സമൂഹം ഒരു ക്രിസ്ത്യൻ സഭയിൽ പോയി അവർ ചെയ്യില്ല. കാരണം അവർക്ക് പേടിയാണ്. കാരണം സഭ ഒന്നിച്ചു നിൽക്കും. ഹിന്ദുക്കൾക്ക് ഐക്യമില്ല, ഹിന്ദുക്കൾ പേടിയുള്ളവരാണ്. ആ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയുന്നതുകൊണ്ടാണ് അവർ ആ സ്വാതന്ത്ര്യം എടുക്കുന്നത്. ആണോ അല്ലയോ? പറയൂ നിങ്ങൾ. അപ്പൊ നമ്മൾ സപ്താഹങ്ങളൊക്കെ കേൾക്കും തോറും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഐക്യബോധം ഉണ്ടാവണം. നമ്മൾ ഒന്നാണ്, ഒന്നിച്ചു നിൽക്കണം. ആ ഒരുമയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം, ഒരുമിച്ച് പ്രതികരിക്കണം. അല്ലെങ്കിൽ നാളെ നമ്മൾ ഭാഗവതമൊക്കെ കേട്ടിട്ടും കാര്യമില്ല. നിങ്ങൾ വിചാരിക്കരുത് ഭാഗവതം കേട്ടതുകൊണ്ട് സകല പുണ്യവും കിട്ടുന്നുള്ളത്. നമ്മുടെ ഒരു സംസ്കൃതി നിലനിൽക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഒരുമയോടുകൂടി നിൽക്കേണ്ടത്. 5 വിരലുകൾ ഓർത്താൽ മതി. ഭാഗവതത്തിൽ നിങ്ങൾ 4-ാം സ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ 53-ാം ശ്ലോകത്തിൽ പറയും, യഥാ പുമാന്നസ്വാങ്കേഷു ശിരപ്പാണ്യാദിഷു കൊതിൽ പാരയ്ക്ക് ബുദ്ധിം കുരുതേ ഭൂതേഷു മത്പര. നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂ. അവയവങ്ങളൊക്കെ വേറെ വേറെ സ്ഥലത്താണ്. ലങ്സ് ഉണ്ട്, ലിവർ ഉണ്ട്, കിഡ്നി ഉണ്ട്, ചട്നി ഉണ്ട്, ഒക്കെ ഉണ്ട് നമ്മുടെ ഉള്ളിൽ. ഈ ഓരോ അവയവങ്ങളൊക്കെ വേറെ വേറെ സ്ഥലത്താണെങ്കിലും എല്ലാം ഇന്റഗ്രേറ്റഡ് ആണ്, എല്ലാം കണക്റ്റഡ് ആണ്, ഒരു കോപ്പറേറ്റീവ് പ്രവർത്തനത്തിലാണ്, ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുമ്പോൾ, ഈ ഞാൻ എന്ന് പറയുന്നതിൽ ഇതെല്ലാം ചേർന്നിരിക്കുകയാണ്. ഞാനെന്ന് പറയുന്നത് കേവലം എനിക്ക് എൻ്റെ ഓരോ അവയവത്തെ മാത്രം വെച്ചിട്ട് പറഞ്ഞാൽ പോരാ. എൻ്റെ നാക്ക് പ്രവർത്തിക്കുന്നുണ്ട്, മറ്റൊരു നാക്ക് പ്രവർത്തിക്കുന്നുണ്ട്, എൻ്റെ ലങ്സ് പ്രവർത്തിക്കുന്നുണ്ട്, എൻ്റെ ലിവർ പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ സമഷ്ടിയായിട്ടുള്ള എല്ലാ അവയവങ്ങളും പ്രവർത്തിച്ചുകൊണ്ടാണ് ഞാനെന്ന് പറയുന്നത്. ആണോ അല്ലയോ? ആണോ അല്ലയോ? ഏതെങ്കിലും ഒരു ഉപകരണം കൊണ്ട് എനിക്ക് ഞാനെന്ന് പറയാൻ പറ്റുമോ? ഇതുപോലെ നമ്മുടെ ഉള്ളിൽ തന്നെ യഥാ പുമാന്നസ്വാങ്കായിഷു, നിങ്ങൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂ. എത്രമാത്രം വ്യത്യസ്ത അവയവങ്ങൾ ഒരുമയോടുകൂടി നിന്നുകൊണ്ടാണ് നമ്മൾ ഞാനെന്ന് പറയുന്നെങ്കിൽ, ഇവിടെ തന്നെ ഒരു ഏകതാബോധമുണ്ടെങ്കിൽ, ഈ ഏകതാബോധം തന്നെയാണ് വൈവിധ്യമായ നിറങ്ങളിലും ശരീരങ്ങളിലൊക്കെ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട്. നിങ്ങൾ ഭാഗവതം പഠിക്കുന്നവരാണല്ലോ. കപിലൻ അമ്മയോടതാ പറയുന്നത്, കാലത്തെണീറ്റുകൊണ്ട് അമ്മയെ ചിന്തിക്കണം. മനസാ ഭൂതാനി പ്രണമേ ഈശ്വരോ ജീവകലയ പ്രവിഷ്ടോ ഭഗവാൻ ഇതി. ഭാഗവതത്തിൽ ഇത് വരുന്നത് 3-യ സ്കന്ധത്തിൽ 29-ാം അധ്യായത്തിൽ, എനിക്ക് തോന്നുന്നു 23-ാമത്തെ ശ്ലോകത്തിൽ വരുന്നതാണ്. കപിലൻ അമ്മയോട് പറയാണ്, രാവിലെ തന്നെ എണീറ്റ് മനസ്സുകൊണ്ട് ചിന്തിക്കണം, എല്ലാവരെയും ഞാനൊന്ന് നമിക്കണം. കാരണം എല്ലാവരും ഒരേ ആത്മാവിന്റെ, ഒരേ ചൈതന്യത്തിന്റെ വൈവിധ്യ രൂപങ്ങളാണെന്ന ബോധം നമ്മളിൽ ഉണ്ടാകണം. ഒരു വശത്ത് ഏകതാബോധം വേണം, മറുവശത്ത് നമ്മുടെ ഉള്ളിൽ ആത്മശക്തി രൂപപ്പെടുത്തണം. ആത്മശക്തിയിലൂടെ മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഗുരുവായൂരിലേക്ക് ഓടുന്നുണ്ട് കൃഷ്ണനെ കാണാൻ. പക്ഷെ നിങ്ങൾക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. റോഡുകളിൽ നമുക്ക് ബൈപ്പാസ് റോഡ് കൊണ്ടുവരാൻ പറ്റും, പക്ഷെ ആത്മീയതയിൽ ബൈപ്പാസ് ഇല്ല. ആത്മീയതയിൽ ഒറ്റ വഴിയുള്ളൂ. നമ്മുടെ കഠോപനിഷത്തിൽ പറയും, ഭഗവാനെ ദർശിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഈവൻ ഗീതയിൽ തന്നെ വരികൾ നിങ്ങൾക്ക് കാണാം. ഗീതയിൽ 7-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകത്തിൽ പറയും, മമമായ ദുരത്തിയ, ഞാൻ എല്ലാവരുടെ ഉള്ളിലുമുണ്ട്, പക്ഷെ മമ മായ ദുരത്തിയ, എൻ്റെ മായ വളരെ പ്രയാസകരമായ മായയാണ്. അങ്ങനെ എൻ്റെ മായയെ മറികടക്കണമെങ്കിൽ, ഭഗവാന്റെ തന്നെ വരികൾ പറയുകയാണെങ്കിൽ, നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി മമാവിയമനുത്തമം എന്ന് പറയുകയാണ്. എൻ്റെ മായ വളരെ ശക്തിയുള്ളതാണ്. ആ മായയെ മറികടക്കണമെങ്കിൽ നിങ്ങൾ ഭാഗവതമൊക്കെ കേട്ട് മനസ്സിനെ ശുദ്ധീകരിച്ച്, മനസ്സിനെ ശാക്തീകരിച്ച്, മനസ്സിനെ പവിത്രീകരിച്ചാൽ മാത്രമേ കൃഷ്ണനെ നിങ്ങൾക്ക്
ഉൾക്കണ്ണുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുള്ളൂ. ദൃശ്യതേത്തു അക്രയാ ബുദ്ധിയ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി എന്നൊക്കെ നമുക്ക് കഠോപനിഷത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണാം. അപ്പൊ നമ്മളെ യോഗ്യരാക്കുകയാണ്. വാസ്തവത്തിൽ ഇപ്പൊ കുട്ടികൾ ഈ നീറ്റ് എക്സാം എഴുതുന്ന ഒരു പരിപാടി ഉണ്ട് ഇല്ലേ? മെഡിസിന് കിട്ടണമെങ്കിൽ എന്ത് വേണം? നീറ്റ് എഴുതണം. അതുപോലെ തന്നെ നമുക്കറിയാം എഞ്ചിനീയറിങ്ങിനും അവർക്ക് ക്വാളിഫിക്കേഷൻ കിട്ടണമെങ്കിൽ, ക്വാളിഫൈഡ് ആവണമെങ്കിൽ അതിന് കിം എന്നൊരു എക്സാം ഉണ്ട്. എന്താണ്? കേരളത്തിലെ കിം എന്നൊരു എക്സാമിനേഷൻ. അതുപോലെ ഓരോന്നിനും UPSCയുടെ എക്സാമിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഉണ്ട് ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നത്? നിങ്ങൾ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നത്? നിങ്ങൾക്കൊരു ബോധം വേണ്ട എന്തിനാ വന്നിരിക്കുന്നത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കുക, നീ എന്തിനാ അവിടെ വന്നു ചോദിച്ചാൽ എന്തിനാ പറയാ? അതാദ്യം പറയും കളിച്ചാൻ, അതിന് കളിക്കണം. അല്ലെങ്കിൽ പറയും എൻ്റെ ഒരു ഗതികെട്ട അമ്മ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടുവിട്ടിരിക്കുകയാണെന്ന്. നിങ്ങളിവിടെ എന്തിനാ വന്നിരിക്കുന്നത്? എനിക്കിന്ന് അറിയാതെ അബദ്ധം പറ്റിപ്പോയി. വേറൊരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. അത് 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യേണ്ട ഒരാളാണ്. നമ്മുടെ ഹോട്ടൽ റെജൻസിയിൽ ഇവിടെ ഡിസംബർ 26-ന് 10,008 പേര് അമ്മമാര് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നൊരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷനാണ്. ഇന്ന് ഭാഗ്യവശാൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻജി ഞാൻ നോക്കാമെന്ന് പറയണ്ടായി. ഇന്നലെ അദ്ദേഹം എലക്ട് ചെയ്യപ്പെട്ടു. രാധാകൃഷ്ണൻജി നമ്മുടെ വൈസ് പ്രസിഡന്റായിട്ട്. അപ്പം ഇന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വാമി പാർലമെന്റ് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് പ്രിഫറൻസ് ഗുരുവായൂരായിരിക്കുന്നു. അപ്പം ഡിസംബർ 26-ന് വൈസ് പ്രസിഡന്റിനെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ പ്രോഗ്രാമിന്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ 4:30 ഞാൻ സ്ഥലം വിടും. ഓക്കെ, നിൽക്കട്ടെ. ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടേ പോകുള്ളൂ. ഇനിയിപ്പോൾ അത് വൈകിയാലും കുഴപ്പമില്ല, അത് വൈകിയാലും കുഴപ്പമില്ല. എന്തിനാ നിങ്ങളിവിടെ വന്നത്? ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഉള്ളത് തുറന്നു പറയാലോ. നിങ്ങൾ എന്തിനാ അവിടെ വന്നത്? നോക്കൂ, ഒരു എൻട്രൻസ് ക്ലാസ്സിൽ പോകുന്ന കുട്ടി എൻട്രൻസ് കോച്ചിങ് കേൾക്കാൻ വേണ്ടി പോവുകയാണോ? ചോദ്യത്തിന് ഉത്തരം പറയും. നിങ്ങളിപ്പോൾ ഒരു കുട്ടി, നിങ്ങൾ ആരെങ്കിലും കുട്ടികളെ, നിങ്ങൾ പാലയിലാണല്ലോ ഇപ്പം നീറ്റ് എക്സാമിനേഷൻ്റെ വലിയ സെൻറ്റർ എന്ന് പറയുന്നത് അല്ലേ? പാലയിലാണ്. ഏതാണ്? അറിയാത്തവരാരും ഉണ്ടാവില്ല, അറിയാത്തവരാരും ഉണ്ടാവില്ലേ? ബോംബെ തോന്നുന്നവർക്ക് അറിയുണ്ടാവില്ലായിരിക്കും, അല്ലാത്തവർക്ക് ബ്രില്യൻ അല്ലേ? അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പൊ ബ്രില്യൻ്റ് അവിടെ കൊണ്ടുപോയിട്ട് കുട്ടികളെ ചേർക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ക്ലാസ് കേൾക്കാനാണോ? അവിടെ ക്ലാസ് എടുക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇതുപോലെ നിങ്ങൾ ഭാഗവതം കേൾക്കാൻ വേണ്ടി വന്നോ? ഇപ്പോഴും നിങ്ങൾ കണക്ട് ആയിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ കണക്ട് ചെയ്തില്ല. ഇതൊരു ക്വാളിഫൈങ് ടെസ്റ്റാണ്. എന്തിന്റെ ക്വാളിഫിക്കേഷൻ ടെസ്റ്റാണ്? ഇപ്പോഴും നിങ്ങൾക്ക് പിടികിട്ടിയില്ല. അതായത് ഭഗവാനെ നിങ്ങൾക്ക് അനുഭവിക്കണം, കാണണം എങ്കിൽ ഭാഗവതമാകുന്ന ഒരു ടെസ്റ്റ് പാസ്സാവണം. ഏത് ടെസ്റ്റ് പാസ്സാവണം? എന്തിനാണ് ഭാഗവതം പാസ്സാവുന്നത്? ഭാഗവത ടെസ്റ്റ് പാസ്സായത് എപ്പോഴാണ് നമുക്കറിയാം. മറ്റതൊക്കെ ആണെങ്കിൽ എക്സാമിനേഷൻ കൊടുത്ത് മാർക്ക് കൊണ്ട് അറിയാൻ പറ്റും. ഇതെപ്പോഴാണ് അറിയാം? അതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിന് ശുദ്ധിയും ശക്തിയും, എന്താണ് ഏകാഗ്രതയൊക്കെ നമുക്ക് ഭാഗവതത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ ഭാഗവതത്തിലൂടെ ഭഗവാനെ കാണാനുള്ള ഒരു ടെസ്റ്റ് പാസ്സായി. ഭഗവാൻ തന്നെ പറയുന്നു, എന്നെ കൈവരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സമചിത്തത കൈവരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഭഗവത്ഗീത 12-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകമൊക്കെ ചൊല്ലി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ സംയമേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രഥ. അതായത് നിങ്ങൾ മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു സമചിത്തതയിലേക്ക് മനസ്സുയർത്തിയാൽ മാത്രമേ പ്രാപ്നുവന്തി മാം ഏവ പ്രാപ്നുവന്തി, എന്നെ നിങ്ങൾക്ക് പ്രാപ്നുവന്തി പറഞ്ഞാൽ പ്രാപിക്കാൻ സാധിക്കണം. അപ്പൊ ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു ടെസ്റ്റ് പാസ്സാവല ഏതാണ്? ഏത് കൈവരിക്കലാണ്? കൂടെ വന്നില്ല നിങ്ങൾ. ഏത് കൈവരിക്കണം? സമചിത്തത കൈവരിക്കണം. ആ സമചിത്തത കൈവരിക്കാനുള്ള എളുപ്പമായ ഒരു മാർഗമാണ് ഏത്? ഭാഗവതം എന്നുള്ളത്. അപ്പൊ ഭാഗവതമാകുന്ന പരീക്ഷയിലൂടെ, ഭാഗവതമാകുന്ന ടെസ്റ്റിലൂടെ, ഇതൊരു കോച്ചിങ് സെന്ററാണ് അപ്പം നാരായണൻകുട്ടിജി തുടങ്ങിയിരിക്കുന്നത്. ഈ കോച്ചിങ് സെന്ററിൽ ഇരുന്നിട്ട് നമ്മൾ സമചിത്തത എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ മനസ്സിനെ എത്തിക്കുന്ന പരീക്ഷ പാസ്സായാൽ ഉറപ്പിച്ചോളൂ, ആരെ കൈവരിക്കാം? പിന്നെ എളുപ്പമാണ് ഭഗവാനെ കൈവരിക്കാൻ.
അല്ലെങ്കിൽ വെറുതെ തൊഴുതു പോവാം നിങ്ങൾക്ക്. അതാണ് കൃഷ്ണൻ പറയുന്നത്. ഭൂരിപക്ഷം ആളുകൾ എന്നെ തൊഴുതു പോകുന്നവരാണ്, ഭൂരിപക്ഷം വന്ന് പോകുന്നവരാണ്. നിങ്ങൾ ഗീത എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാവും. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതിസിദ്ധയേ യതതാമഭിസിദ്ധാനം കശ്ചിൻ മാം വ്യക്തി തത്വത. അനേകായിരം ആളുകൾ വന്നു പോകുന്നുണ്ട്, അനേകായിരം ആളുകൾ തൊഴുതു പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇന്ന് ഞാൻ രാവിലെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അറിയാലോ, അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു ഡിസ്കഷനിൽ കാലത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, അമ്പലത്തിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഉള്ളിലിരിക്കുന്നുണ്ടോ സ്വാമി, സ്വാമിജിയല്ലേ പറയുന്നതെന്ന്, ഉള്ളിലിരിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പുറത്തു നിന്നോ അദ്ദേഹത്തിനെ വന്നിച്ചു. കാരണം കൂടെ കൊണ്ട് നടക്കല്ലേ നല്ലതെന്ന്. ഭഗവാനെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുകയല്ലേ നല്ലതെന്ന്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് ചിന്തിച്ചെത്തിക്കുന്ന ഒരാൾക്ക് അവർക്ക് ഗുരുവായൂരപ്പൻ ഒരു ശ്രീകോവിലിൻ്റെ അകത്ത് മാത്രമല്ല, നാരായണിയൊക്കെ അതല്ലേ പഠിപ്പിക്കുന്നത്. ഏവം ദുർലഭ്യവസ്തു നബി സുലഭതയാ ഹസ്തലദ്ദേയ ധന്യ എന്ന് പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ എത്തിക്കണം. അതായത് ഉണ്ണികൃഷ്ണൻ എപ്പോഴും കൂടെ നടക്കണം, കൂടെ ഉണ്ടാവണം, ഉള്ളിൽ കൊണ്ട് നടക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുമ്പോഴാണ് നമ്മുടെ ജന്മം സുഹൃതമാകുന്നത്, സഫലമാകുന്നത്. ഇന്ന് സത്യത്തിൽ ഭൂരിപക്ഷം ആളുകൾക്കും അവരുടെ ജന്മത്തിൻ്റെ മഹത്വം അറിയില്ല. മനുഷ്യൻ അങ്ങനെ ജീവിക്കുകയാണ്, മനുഷ്യൻ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. എന്തിനാണ് ജീവിക്കുന്നത് പോലും പലർക്കും അറിയില്ല. സത്യത്തിൽ ഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. അവരങ്ങനെ അമ്പലങ്ങളിൽ പോകുമ്പോഴും അവരുടെ സങ്കടം തീരണം, അവരാഗ്രഹിച്ചത് കിട്ടണം, അവർ അങ്ങനെയൊക്കെയാണ് പോവുകയാണ്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭഗവാനെ അറിയാനും അനുഭവിക്കാനും സാധിക്കുന്നൊരു വ്യക്തിത്വമാണ്. എനിക്കതിനുള്ളൊരു യോഗ്യതയുണ്ട്, എനിക്കതിനുള്ളൊരു പ്രാപ്തിയുണ്ട്, എൻ്റെ മനസ്സിനത് സാധിക്കും. അതായത് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിന് ദുർബലനായി ജീവിക്കാനല്ല, അതിന് കരുത്തും കഴിവും ഭഗവാനെ പ്രാപിക്കാനുമുള്ള ഒരു യോഗ്യതയുണ്ടെന്ന് അറിയുന്നവർ വളരെ കുറവാണ്. നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ അപഗ്രഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിഷമങ്ങളും, നിങ്ങളല്ല, ഞാൻ പൊതുവെ ജനറലി പറയാണ്. നിങ്ങൾ ഗുരുവായൂരിൽ വരുന്ന നല്ലൊരു ശതമാനം ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് നോക്കൂ. പല വിഷമങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഇത് പറയാനായിരിക്കും ഭൂരിപക്ഷം ആളുകളും വരുന്നത്. ആണോ അല്ലയോ? ഭൂരിപക്ഷം ആളുകളും. അപ്പൊ അവരവരുടെ മനസ്സിനെടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? പല വിഷമങ്ങളും പ്രശ്നങ്ങളും ഉള്ളൊരു ദുർബലമായൊരു മനസ്സായിട്ട് എടുത്തിരിക്കുന്നത്. ആണോ? ആണോ അല്ലയോ? എന്നാൽ ഈ മനസ്സിന് ശക്തി പ്രാപിക്കാൻ കഴിയുമെന്നും ഈ മനസ്സിന് കരുത്ത് പ്രാപിക്കാൻ സാധിക്കുമെന്നും ഈ മനസ്സിന് സമചിത്തത പ്രാപിക്കാൻ സാധിക്കുമെന്നും ഈ മനസ്സിന് സാക്ഷാൽ ഭഗവാനിലേക്ക് പടിപടിയായി ഉയർന്ന് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. ഗീതയിൽ കൃഷ്ണൻ പറയുന്ന വരികളെടുത്താൽ 11-ാം അധ്യായത്തിൽ 54-ാം ശ്ലോകത്തിൽ പറയും, അർജുന, ഞാൻ എന്ന് പറയുന്ന അനന്യമായ ഒരു ശക്തി കൊണ്ട് ആരുടെ ഉള്ളിൽ അപ്രകാരമുള്ളൊരു ഭക്തി ഉണ്ടോ അങ്ങനെയുള്ളവർക്ക് ജ്ഞാതും ദൃഷ്ടും പ്രവിഷ്ടും ച പരന്തപ. ഞാൻ വിസ്തരിക്കുന്നില്ല, സമയക്കുറവോട്ട് അങ്ങനെ അടിച്ചുവിടുകയാണ്. ജ്ഞാതും ദൃഷ്ടും പ്രവിഷ്ടും, അറിയാൻ സാധിക്കും, കാണാൻ സാധിക്കും, പ്രവേശിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു യോഗ്യതയുള്ളൊരു മനസ്സ് നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. അപ്പൊ യോഗ്യതയുള്ളൊരു മനസ്സിനെ നമ്മൾ യോഗ്യതയുള്ളതാക്കി തീർക്കുക. അപ്പൊ ഈ ഭാഗവതം കേൾക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നിങ്ങൾ ഉറപ്പിക്കേണ്ടത്. എൻ്റെ മനസ്സിന് കൂടുതൽ ഉയരാനുള്ളൊരു യോഗ്യതയുണ്ട്. ആ യോഗ്യതയിലേക്ക് ഞാൻ എന്നെ യോഗ്യമാക്കണം, അതിന് ഞാൻ എന്നെ കഴിവുള്ള ഒരാളാക്കണം, ഉയർത്തിയെടുക്കണം. 7 ദിവസം സപ്താഹം കഴിയുമ്പോഴേക്കും ഈ സെന്ററിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ വന്ന വ്യക്തിയല്ല ഇപ്പോൾ. പരീക്ഷിത്ത മഹാരാജാവ് ഭാഗവതം കേൾക്കുമ്പോൾ ഉള്ള അവസ്ഥയും പിന്നീടുള്ളൊരവസ്ഥയും നോക്കുക. ഉദ്ധവര് ഭഗവാനെ കണ്ട് തൻ്റെ വിഷമം പറയുന്നൊരവസ്ഥയും ഉദ്ധവരെ ഭഗവാൻ നേരെ ബദരിയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്തുള്ള അവസ്ഥ നോക്കുക. 2 അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ അവസ്ഥ നോക്കുമ്പോൾ ദുർബലനാണ്, വളരെ വിഷമങ്ങളും ദുഃഖങ്ങളും ഉള്ള ഒരാളാണ്. പിന്നീട് ഉദ്ധവര് കൃഷ്ണനോട്, ഉദ്ധവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഉദ്ധവരുടെ ആ മാനസിക അവസ്ഥ നോക്കൂ നിങ്ങൾ. ആദ്യം കൃഷ്ണനോട് പറയുന്നത്, നാഹം തവാംഗ്രികമലം ക്ഷണാർദ്ധമഭികേശവാക്തും സമത്സഹേനാഥ സ്വതാമനയമാമഭി. എൻ്റെ മനസ്സ് ദുർബലമാണ് കൃഷ്ണ, കൃഷ്ണൻ പോയാൽ പിന്നെ ഞാനിവിടെ ജീവിച്ചിരിപ്പില്ലേ. വീട്ടിലൊക്കെ പറയുന്ന പോലെ പണ്ട് കാലത്തൊക്കെ അങ്ങനെയില്ലേ, ഭർത്താവൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ നെഞ്ച ചടിച്ച് പറയും, അയ്യോ ഇനി എനിക്ക് ആരുമില്ലല്ലോ, എൻ്റെ കൂടെ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടും. പിന്നെ നാട്ടുകാർ പറയും, അമ്മ വിഷമിക്കേണ്ട, ഞങ്ങളുണ്ട് കൂടെ എന്ന്. അപ്പോഴാണ് അമ്മയ്ക്കൊരു സമാധാനം, ഇല്ലേ? അങ്ങനെയൊക്കെയല്ലേ കരയാ. ഇന്നിപ്പോൾ ആരും കരയല്ല, കാരണം ഇന്നിപ്പോൾ തോണ്ടാ മൊബൈലുള്ളത് കൊണ്ട്. കാലം മാറിയപ്പോൾ നമ്മുടെ കരച്ചിലൊക്കെ മാറിപ്പോയി. അപ്പൊ ഉദ്ധവർക്ക് കൃഷ്ണൻ പോയി കഴിഞ്ഞാൽ ഉദ്ധവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കൃഷ്ണനില്ലാത്തൊരു ജീവിതത്തെ ഉൾക്കൊള്ളാൻ ഉദ്ധവർ പഠിച്ചിട്ടില്ല. ആ ഉദ്ധവർക്കാണ് ഭഗവാൻ ഉദ്ധവോപദേശത്തിലൂടെ അങ്ങനെ പറഞ്ഞ് 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 ഉദ്ധവരുടെ മനസ്സ് മാറ്റിയെടുത്ത് അവസാനം ഉദ്ധവർ പറയുന്നത് എന്താണ്?
കൃഷ്ണനോട് അവസാനം പറയുന്നത് നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാദിമാം യഥാത്തുൽച്ചരണം പോലെ രതിസ്യാലനപായി. ഇപ്പം എനിക്ക് വേറെ ഒന്നും വേണ്ട. എൻ്റെ മനസ്സിൽ അനസ്യൂതമായ കൂടെയുണ്ടെന്ന ചിന്ത അനസ്യൂതം ഒഴുകണം, അനസ്യൂതം ഉള്ളിൽ നിറയണം. ഇത് മാത്രമേ എനിക്ക് വേണ്ടൂ, അല്ലെ? ആ ഉദ്ധവർക്കുണ്ടായ ഒരു പരിണാമം, ഉദ്ധവർക്കുണ്ടായ ഒരു പരിവർത്തനം, ഇത് നമുക്ക് ഓരോരുത്തർക്കും 7 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നാളെ നാട്ടുകാർ പറയും ഇവിടെ ഇരുന്ന് ഭാഗവതം കേട്ടാൽ പോയ വ്യക്തിയാവില്ല തിരിച്ചു പോകുന്നത്. അങ്ങനെയല്ലേ? പോയ വ്യക്തിയാവില്ല തിരിച്ചു വരുന്നത്. ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്ന വ്യക്തിയല്ല തിരിച്ചു വരുന്നത്. പോകുന്ന സമയത്ത് വളരെ ആവേശമാണ്. പിന്നെ ആ വേർപ്പും ഇടിയൊക്കെ കൊണ്ട് യുദ്ധം കഴിഞ്ഞിട്ട് പുറത്തു വരുന്ന പോലെയാണ്. എന്തോ ഒരു മഹായുദ്ധത്തിൽ പോയി പങ്കെടുത്ത് പുറത്തു വരുന്ന ഒരു പ്രതീതിയിലാണ്. ആ പുറത്തു വരുന്ന ആളുകളെന്ന് മുഖത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ വേർപ്പൊക്കെ ഒന്ന് മാറ്റാൻ എന്തോ ഒരു ആവി പോകുന്നത് പോലെ. കാരണം അവിടുന്ന് ആ ഒരു ഇടനാഴികയിലൂടെ പോകുന്ന ഒരു ഇടി ഉണ്ടല്ലോ, ആ ഇടിയൊക്കെ കഴിഞ്ഞ് ആ ശ്രീകോവിലിന്റെ അടുത്തെത്തുമ്പോഴേക്കും അവിടുത്തെ 2 പാറാവരൊരു ദുഷ്ടം വന്നതുപോലെയൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അവർക്ക് എന്തോ അലർജി ഉള്ളത് പോലെ. അല്ലെങ്കിൽ പിന്നെ കയ്യിലൊരു 500 നോട്ടൊക്കെ ഇട്ടിട്ട് വന്നാൽ മതി. നിങ്ങൾ ആ 500 നോട്ട് ഇടരുത് അവിടെ നിന്ന്. അതിങ്ങനെ കയ്യിൽ വെച്ചിട്ടങ്ങ് വേണം നിൽക്കാൻ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, അതുകൊണ്ട് പറയാണ്. അതങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇട്ടിട്ട് പോകുന്നു. ആ രീതിയിലുള്ള ഭക്തിയാണ്. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഇടിയും കൊണ്ട് വരുന്ന രീതിയിലല്ല, മറിച്ച് നമ്മളിവിടെ ഇരുന്ന് 7 ദിവസം കേട്ട് നമ്മൾ അവസാനം പറയുകയാണ് പരീക്ഷത്തിനെ പോലെ, ഇപ്പോൾ നാഹം തക്ഷകാദിപ്യോ മൃത്യുഭ്യോന വിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശനം തയാ. ഇപ്പോഴെൻ്റെ മനസ്സിന് കുറേ കൂടി ഒരു ബലവും ശക്തിയും ധൈര്യവും വന്നു തുടങ്ങി. ഇപ്പോഴെന്ത് വാർത്ത കേട്ടാലും അങ്ങനെയൊന്നും ഞാൻ മാനസികമായി തളരില്ല. മനസ്സിന് കുറെ കൂടി സമചിത്തത വന്നു, ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. എന്നെ ഇനി ആര് വിമർശിച്ചാലും ആരെന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ അല്പം പോലും മാനസികമായി പതറുകയില്ല, തളരുകയില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു മനസ്സിന് ശക്തി വന്നാൽ നിങ്ങൾ എക്സാമിനേഷൻ, നമ്മൾ നീറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഭാഗവതത്തിന്റെ നീറ്റ്, നമ്മൾ എക്സാമിനേഷൻ പാസ്സായോ ഗുരുവായൂരപ്പനെ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആദ്യം യോഗ്യതയുള്ള മനസ്സ് നേടണം. യോഗ്യതയുള്ളൊരു മനസ്സിനെ ഭഗവാനെ നേടാൻ സാധിക്കുകയുള്ളൂ. ആ യോഗ്യത വരുത്തുന്ന ഒരു കേന്ദ്രമാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത്. അത് നാരായൺജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അതിനുള്ള എല്ലാ ഒരു ശക്തിയും ഉണ്ട്. കൂടുതൽ ആളുകളിലേക്ക് ഈ ശക്തി എത്തിച്ചുകൊണ്ട് ഈ ഒരു പുണ്യഭൂമി ആളുകളെ യോഗ്യരാക്കി ഭഗവാനെ അറിയാനും അനുഭവിക്കാനും ഭഗവാനായി തീരാനും അവസാനം ഭഗവാനും നമ്മളും ഒന്നെന്ന ഉദ്ധവരോടൊക്കെ അതാണ് പറയുന്നത്. ഞാനും അങ്ങും വേറെയല്ല ഉദ്ധവരെ, ഞാനും അങ്ങും ഒന്നാണ്. എല്ലാവരോടും കൃഷ്ണൻ അതാ പറയുന്നത്, ഞാനും അങ്ങും നിങ്ങളാരും വേറെയല്ല. അഹം യൂയം അസൂ ആര്യ ഇമേച്ഛദ്വാരകൗകസ സർവേബി ഏകം ആത്മാവാണ്. ഒരേ ആത്മാവ് തന്നെയാണ് എല്ലാവരും എന്ന് പഠിപ്പിക്കുന്ന കൃഷ്ണൻ തരുന്ന ആ ഒരു അനുഭൂതിയിലേക്ക് ഉയരാൻ ഈ ഒരു കേന്ദ്രം നമ്മൾ അനുഗ്രഹിക്കട്ടെ. അതിന് നിങ്ങൾ സുഹൃതികളാവട്ടെ. 2 വാക്കുകൾ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, യോഗ്യത ഒരു മനസ്സിനുണ്ടെങ്കിലേ കൃഷ്ണനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. ഇതെപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. ആ യോഗ്യതയാണ് മനസ്സിന് ശക്തിയും സമചിത്തതയും അതുപോലെ തന്നെ മനസ്സിന് ഏകതാബോധവും എല്ലാവരും ഒന്നെന്ന ബോധവും. അപ്പം അങ്ങനെ നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കിക്കൊണ്ട് അതുപോലെ തന്നെ മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സമചിത്തത ഉള്ളവരായിക്കൊണ്ട് കടന്നുപോയാൽ കൃഷ്ണനെ നിങ്ങൾ അന്വേഷിക്കേണ്ട, കൃഷ്ണൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരും, കൃഷ്ണൻ നിങ്ങളിലേക്ക് എത്തിച്ചേരും. കൃഷ്ണൻ്റെ വാക്കാണത്, നമ്മെ ഭക്തപ്രണശ്യതി, എൻ്റെ ഭക്തനെ ഞാൻ ഒരിക്കലും കൈവിടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു മന്ത്രമാണ്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ആര് ശരണം പ്രാപിച്ചിട്ടുണ്ടോ ഞാൻ അവരെ അഹം ത്വാ സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച, ഞാൻ അവരെ എല്ലാ പാപത്തിൽ നിന്ന് മുക്തരാക്കി അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് നേരിട്ട് അങ്ങോട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഓടിയാൽ ആരെ കിട്ടില്ല? നേരിട്ട് അങ്ങോട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോയാൽ ആരെ കിട്ടില്ല? സത്യസന്ധമായി പറയണം, ഞാനിത് കൊണ്ടു നടക്കുന്ന ആളല്ലേ, അനുഭവം കൊണ്ട് പറയാണ്, സത്യസന്ധമായി പറയാണ്. നേരിട്ട് പോയാൽ ആരെ കിട്ടില്ല? ഒരു ഗുരുവായൂരപ്പനും കിട്ടില്ല. അതിനെന്ത് വേണം? യോഗ്യത വേണം. ആ യോഗ്യത ഉണ്ടാവാൻ, മനസ്സിനെ യോഗ്യമാക്കാൻ ഉള്ളൊരു പരിശീലനമാണ്, 7 ദിവസത്തെ പരിശീലനമാണ്. അല്ലെങ്കിൽ
എല്ലാ കാലത്തേക്കും ഒരു പരിശീലനം കൊടുക്കുന്ന ഒരു പുതിയ കോച്ചിങ് സെൻ്ററാണ്. ഭഗവാനിലേക്ക് എത്താൻ മനസ്സിനെ യോഗ്യമാക്കാനുള്ള ഒരു കോച്ചിങ് സെൻ്ററാണ് ഇന്ന് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. വേണ്ടതാണോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നീറ്റ് എക്സാമിനേഷൻ ഒരു കോച്ചിങ് സെൻ്റർ ഉണ്ട്, ബാങ്ക് കോച്ചിങ് സെൻ്റർ ഉണ്ട്, ഇല്ലേ? PSC കോച്ചിങ് സെൻ്റർ ഉണ്ട്. ഭഗവാനിലേക്ക് എത്താൻ ആരെങ്കിലും കോച്ചിങ് സെൻ്റർ തുടങ്ങിയിട്ടുണ്ടോ? കൂടെ വന്നില്ല. ഭഗവാനിലേക്ക് എത്താൻ ഒരു യോഗ്യതയുള്ള ഒരു മനസ്സിനെ ഉണ്ടാക്കാനുള്ള കോച്ചിങ് സെൻ്റർ എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ അറിവിലുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എവിടെയുണ്ട്? ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭഗവാൻ ശരീരം കൊണ്ട് അവിടെയാണെങ്കിലും ഭഗവാൻ ചൈതന്യം കൊണ്ട് ഇവിടെയാണ്. ഒരു ചെറിയൊരു തമാശയും കൂടി പറഞ്ഞിട്ട് പോകാം. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൊക്കെ പിച്ചക്കാരുണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ കിട്ടുക. ഇപ്പം കുറവാണ്. പണ്ട് കാലത്ത് ഗുരുവായൂരിലുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ? നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പം യാചകർ കുറവാണ്. കേരളത്തിലത് ഓൾമോസ്റ്റ് നിരോധിച്ചതുകൊണ്ട്. അല്ലെങ്കിൽ ഈ പിച്ചക്കാരുണ്ടാവും. അപ്പോൾ ഒരു പിച്ചക്കാരങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആളുകൾ 25 പൈസ 50 പൈസ അന്ന് ആർക്ക് വേണം? ആർക്കെങ്കിലും വേണം. ഞാനൊരിക്കൽ ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ റോഡ് ബ്ലോക്കായി. അപ്പോൾ ഒരു പിച്ചക്കാരൻ വന്നപ്പോൾ ഞാൻ ഇരിക്കുന്ന കാറിലെ അവരൊക്കെ ഈ കോയിൻസ് എടുത്തിട്ടുള്ളൂ, എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്നൊക്കെ. അതൊന്നും ഒരു കോയിൻ എടുത്ത 10 രൂപയായിരുന്നേ. ആ ചങ്ങാതി എന്നോട് പറയാ, പാത്രം കാണിച്ചിട്ട് പറയാം, എനിക്ക് പാത്രത്തിൻ്റെ മൂട് കാണിച്ചു എന്നിട്ട് പറയും ബാർകോഡാണെന്ന്, ഇതിലേക്ക് പൈസ ഇട്ടാൽ മതി എന്ന്. അവർക്ക് പോലും ബാർകോഡിൻ്റെ കാലം. അവർ 10 രൂപ വേണ്ടാന്ന്, ഇതിൽ ബാർകോഡിൽ അടിക്കാൻ. അപ്പം ഇതുപോലെ ഈ പിച്ചക്കാരെങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ പിച്ചയായിരിക്കാൻ, ആരും ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആസൻ അവിടെ നിന്ന് പോയി. അവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരെ, ഇപ്പോൾ ഗുരുവായൂരായാലും 1 കിലോമീറ്ററൊക്കെ ദൂരെ വേറെ സാധനം കിട്ടുന്ന സാധനമുണ്ട്, സർക്കാർ സുലഭമായിട്ട് കൊടുക്കുന്ന സാധനം. അവർ ഈ ബാറിൻ്റെ മുന്നിലെത്തിയപ്പം അവിടെ ചെന്ന് ഭിക്ഷ യാചിക്കുമ്പോൾ കൊടുക്കുന്നത് 100ൻ്റെ നോട്ട്, ബോധലില്ല, 50ൻ്റെ നോട്ട്, അങ്ങനെയൊക്കെ വലിയ വലിയ നോട്ടുകളാണ് കിട്ടുന്നത്. അപ്പം ഇവൻ ഗുരുവായൂരിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഗുരുവായൂരപ്പ താമസം അവിടെയാണെങ്കിൽ, അല്ല അഡ്രസ് അവിടെയാണെങ്കിൽ അങ്ങയുടെ താമസം അവിടെയാണല്ലോ. കാരണം അങ്ങയുടെ ആ ഹൃദയം, അങ്ങയുടെ ആ ഒരു കൊടുക്കാനുള്ള അനുകമ്പ, ദയ, ഇതൊക്കെ കൂടുതൽ എവിടെയുള്ളത്? ഇവിടെയാണുള്ളത്. അതുപോലെ ഭഗവാൻ പറയും, ഞാൻ ശരീരം കൊണ്ട് അവിടെയാണെങ്കിലും ചൈതന്യം കൊണ്ട് ഞാൻ ഇവിടെയാണ്. ആ ഭഗവാന്റെ ചൈതന്യത്തെ പിടിച്ചു നിർത്താനുള്ള ശക്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇതൊരു ഭഗവാനിലേക്ക് എത്താനുള്ള കോച്ചിങ് സെൻ്ററായിട്ട് യോഗ്യതയുള്ള മനസ്സുകളെ വാർത്തെടുക്കുന്ന മനോബലവും സമചിത്തതയും ഏകതാബോധവും ഒക്കെ മനുഷ്യരുടെ ഉള്ളിൽ വാർത്തെടുക്കുന്ന ഒരു വലിയ ഒരു സെൻ്ററായിട്ട് മാറട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞാൻ വളരെ അനുഗ്രഹീതനാണ്. കാരണം ഈ ഒരു പവിത്ര ദിവസം ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ച സുഹൃതത്തിന് മുമ്പിൽ, ഭഗവാൻ തന്ന കാരുണ്യത്തിന് മുമ്പിൽ, ഗുരു പരമ്പരകൾ തന്ന ഭാഗ്യത്തിന് മുമ്പിൽ നമസ്കരിക്കുന്നു. ഇന്ന് മറ്റൊരു പ്രത്യേകത, ഞാനും നാരായൺജിയൊക്കെ തുടക്കത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് തുടങ്ങിയവരാണ്. അന്ന് ശ്രീ പ്രമോദ്ജി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രമോദ്ജി ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പായിരുന്നു ഒരു കാലത്ത്. ഏറെ കാലത്തിന് ശേഷമാണ് പ്രമോദ്ജിയെ ഞാൻ കാണുന്നത്. എൻ്റെ ഒരു ജീവിതം ഇങ്ങനെ തിരക്ക് പിടിച്ചൊരു ജീവിതം ആയതുകൊണ്ട് വളരെ ഗുരുവായൂരപ്പനെ കൊണ്ട് പറഞ്ഞ പോലെ ഏവൻ ദുർലഭ്യ വസ്തു നബി സുലഭതയാണ്, ഇന്ന് ഹസ്തലബ്ധേ, ഇന്ന് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഏതായാലും ആ സുന്ദരമായ ഒരു ശബ്ദം കേൾക്കാനുള്ള ഒരു ഭാഗ്യം കൂടി നാരായൺജി ഒരുക്കി വെച്ചു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഭാഗവതത്തിലൂടെ യോഗ്യത നേടാൻ സാധിക്കട്ടെ, യോഗ്യതയുള്ള ഒരു മനസ്സിനെ കൈവരിക്കാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഈ പുണ്യപവിത്ര ഭൂമിയിലെത്തിയ നിങ്ങളൊക്കെ സുഹൃതികളാണ്. നിങ്ങളുടെയൊക്കെ സുഹൃതത്തിന് മുമ്പിൽ നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ തിരക്ക് പിടിച്ച സമയത്ത് ഇവിടെ എത്തി നമ്മളെയൊക്കെ അനുഗ്രഹിച്ച സ്വാമിജിക്ക് ഒരു ആദരവ് പ്രകടിപ്പിക്കാനായിട്ട് ശ്രീമാൻ കാർത്തികേയനെ ക്ഷണിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നാരായണ 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 നാരായണ